അളവുകളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ ഷോർട്ട് ഫോമുകൾ മനസ്സിലാക്കാം. നമ്മൾ ഇനി എഴുതുമ്പോൾ ഇനി ഫുൾ ലെങ്ത് എന്നൊക്കെ ഞാൻ ഫുള്ളായിട്ട് എഴുതൂല, FL എന്നായിരിക്കും എഴുതുക. അപ്പൊ എന്താണ് ഏതാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇന്നിപ്പോ ഈ ക്ലാസ്. ഫുൾ ലെങ്ത് FL എന്ന് പറഞ്ഞ ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത് ഉദ്ദേശിക്കുന്നത് ഷോൾഡർ മുതൽ നമുക്ക് എന്തോരാണ്. ഇതിപ്പോ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക, അതിനിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തിയിട്ട് വേണം അളവെടുക്കാനായിട്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എളുപ്പത്തിന് എന്റെ പാവക്കുട്ടിന് എടുത്തു എന്നുള്ളൂ. അപ്പൊ ഫുൾ ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് FL ഫുൾ ലെങ്ത് ഷോൾഡർ മുതൽ നമുക്ക് എന്തോരാണ് ഇറക്കം വേണ്ടതെന്നുള്ളത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടീനെ നിവർത്തി നിർത്തിയിട്ട് ഷോൾഡർ ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മുടെ ഷോൾഡർ വരുന്നത് അല്ലെ. ഈ ഷോൾഡർ മുതൽ നമുക്ക് എന്തോരം ഇറക്കം വേണം. ചിലവർക്ക് മുട്ട് വരെ മതി, അല്ലെങ്കിൽ മുട്ടിന് മുക്കാല് വരെ വേണം, അല്ലെങ്കിൽ ഫുള്ള് വേണം. അപ്പൊ ഈ വേണം. അപ്പൊ ബ്രസ്റ്റ് ഒക്കെ ഉള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ബ്രസ്റ്റിന് മോളിക്കോടെ ഒക്കെ നമ്മളിങ്ങനെ വേണം അളവെടുക്കാനായിട്ട്. സ്ട്രെയിറ്റ് ആക്കി നിർത്തിയിട്ട് ഷോൾഡറിന്റെ കറക്റ്റ് ഇതാണ് നമ്മുടെ ഷോൾഡർ വരുന്നത് അല്ലെ. ഇതിന്റെ സെന്റർ പോയിന്റ് ഉണ്ടല്ലോ, അവിടെ വേണം നമ്മൾ ടേപ്പ് ഇങ്ങനെ പിടിക്കാനായിട്ട്. അവിടുന്ന് താഴേക്ക് നമുക്ക് എന്തോരം ഇറക്കം വേണം എന്ന് വെച്ചാൽ അതെടുക്കുക. അതാണ് ഫുൾ ലെങ്ത്. അടുത്തത് SH എന്ന് പറഞ്ഞാൽ ഷോൾഡർ ആണ്, അതായത് ഫുൾ ഷോൾഡർ വരും. ഫുൾ ഷോൾഡർ എന്ന് പറയുമ്പോൾ കുട്ടീനെ ബാക്കിലേക്ക് ഇങ്ങനെ നിവർത്തി നിർത്താം. ഞാൻ ഇപ്പൊ ജസ്റ്റ് കിടത്തി കാണിക്കണമെന്നുള്ളൂ. എന്നിട്ട് ഇവിടെ നമുക്ക് രണ്ടു ഭാഗത്ത് എല്ലുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ക്ഷീണിച്ച കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകുള്ളൂ. അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നറിയില്ല. സ്ഥിരമായിട്ട് ഷോൾഡറിന് അളവെടുക്കുന്നവർക്ക് അത് കറക്റ്റ് ആയിട്ട് എവിടെയാണെന്നറിയാം. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കൈ ഉണ്ടല്ലോ, കൈ ഇങ്ങനെ മേലേക്ക് പൊന്തിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇത് കിട്ടും. കണ്ടില്ലേ? അത് മനസ്സിലാവാൻ വേണ്ടി കൈ ഇങ്ങനെ പൊന്തിക്കുമ്പോ കണ്ടില്ലേ, ഇവിടെ ഒരു ഗ്യാപ്പ് ഇത് കണ്ടില്ലേ. ഇവിടെ മുതല് ഇപ്പുറത്ത് ഇങ്ങറ്റം വരെ, ഈ അറ്റം മുതല് ഈ അറ്റം വരെയാണ് നമ്മുടെ ഷോൾഡറിന്റെ അളവ് വരുന്നത്. അപ്പൊ അതായത് കൈ രണ്ടും അരിയേക്ക് താഴേക്ക് പിടിച്ച് സ്ട്രെയിറ്റ് ആക്കി നിർത്തിയിട്ട് എങ്ങനെയാണത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം അളവെടുക്കാനായിട്ട്. അത് കാണിക്കാൻ വേണ്ടി മാത്രം അവിടെ ഡ്രസ്സ് ഒന്ന് മാറ്റിയത് മനസ്സിലാകാൻ വേണ്ടി മാത്രം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, കുട്ടീനെ സ്ട്രെയിറ്റ് ആയിട്ട് ബാക്കിലേക്ക് തിരിച്ച് നിർത്തിയിട്ട് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഇവിടെ നിന്ന് ഇവിടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് അളവെടുക്കാം. അതാണ് നമ്മുടെ ഷോൾഡർ. മനസ്സിലാവാൻ വേണ്ടിയായിട്ട് ഞാനിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പറയാം. ഞാനിപ്പോ പാവക്കുട്ടീനെ വെച്ചാണ് കാണിക്കുന്നത്. അടുത്ത് നെക്ക് വെടുത്ത് ഉദ്ദേശിക്കുന്നത് കഴുത്തകലം. നമുക്ക് കഴുത്തിന് എന്തോരം അകലം വേണമെന്നുള്ളത്. നമുക്ക് കോളർ നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴുത്തിന് ഇങ്ങനെ ചുറ്റുമൊക്കെ അളവെടുക്കാൻ പറ്റും. ഇല്ലാത്ത സാധാ നമ്മൾ നെക്ക്, റൗണ്ട് നെക്ക്, സ്ക്വയർ നെക്ക് ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴുത്തിന് അളവെടുക്കാൻ പറ്റില്ല. അതാണ് നെക്ക് വെടുത്ത്. അതിന് സാധാരണയായിട്ട് കോമൺ ആയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അത് എന്താണെന്നുള്ളത് പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ നെക്ക് വെടുത്ത് ഉദ്ദേശിക്കുന്നത് NW എന്ന് ഉദ്ദേശിക്കുന്നത് നെക്ക് വെടുത്താണ്. അതെല്ലാവരും മനസ്സിലാക്കാം. അടുത്ത് FNL ഫ്രണ്ട് നെക്ക് ലെങ്ത്. ഇപ്പൊ ഫ്രണ്ടിലേക്കുള്ള ഒരു ഡ്രസ്സിന്റെ ഫ്രണ്ട് സൈഡിലേക്കുള്ള കഴുത്ത് ഇറക്കം, അതാണ് FNL ഫ്രണ്ട് നെക്ക് ലെങ്ത്. അത് ഈ പറഞ്ഞ പോലെ ഷോൾഡറിന്റെ ഇവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് നമുക്ക് എന്തോരാണ് കഴുത്തിന് ഇറക്കം വേണ്ടേ എന്നുള്ളത് വെച്ച് കഴിഞ്ഞാല് അതെടുക്കാം. അതാണ് നമ്മുടെ FNL ഫ്രണ്ട് നെക്ക് ലെങ്ത്. അടുത്ത് BNL എന്നാണ് ബാക്ക് നെക്ക് ലെങ്ത്. അപ്പൊ കുട്ടീനെ ബാക്കിലേക്ക് തിരിച്ചു നിർത്തിയിട്ട് ഷോൾഡറിന്റെ അവിടെ നിന്ന് നമുക്ക് എന്തോരം ആണ് ബാക്കിലേക്ക് നെക്കിന് ഇറക്കം വേണം എന്നുള്ളതാ നോക്കുന്നതാണ് ബാക്ക് നെക്ക് ലെങ്ത്. കണ്ടില്ലേ, ബാക്കിലത്തെ കഴുത്തിറക്കം. അടുത്ത് ചെസ്റ്റ് റൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് CHR അല്ലെങ്കിൽ CH എന്നായിരിക്കും ചിലപ്പോൾ ഞാൻ എഴുതുന്നുണ്ടാവുക. അപ്പൊ ചെസ്റ്റ് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ചെസ്റ്റ് റൗണ്ട് ആണ് CHR. ചെസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടീനെ നിവർത്തി ഇങ്ങനെ നിർത്താം. ഞാൻ ഇപ്പൊ എളുപ്പത്തിന് കിടത്തിയിടുന്നു. എന്നിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് കൈ രണ്ടൊന്നും ചെറുതായിട്ട് പൊന്തിക്കാൻ പറയാം. പൊന്തിച്ചിട്ട് നമ്മുടെ ചെസ്റ്റിന് ചുറ്റുമുള്ള അളവിനാണ് ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്നിട്ട് ഈ കുട്ടിയെടുത്ത് കൈ പതുക്കെ താഴ്ത്താൻ പറയാം. കണ്ടില്ലേ, കൈ താഴ്ത്താം. എന്നിട്ട് ഒരു ഫിംഗർ ഗ്യാപ്പ് വിട്ട് ഇങ്ങനെ പിടിക്കാം. കണ്ടാ, ഒരു ഫിംഗർ ഗ്യാപ്പാണ് ഇടുന്നത്. എന്നിട്ട് ഇങ്ങനെ അളവ് പിടിക്കാം. കണ്ടാ, ഇവിടെ ഒരു ഫിംഗർ ഗ്യാപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ,
ഇത് എത്രയാണ് വരണേന്ന് നോക്കാം. ഇതിപ്പോ വരണേണ്ട എത്രയാണ്? ഇപ്പൊ ഒരു ഫിംഗർ ഗ്യാപ്പ് ഇടാണ്ട് ഞാൻ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 8.75 അല്ലെങ്കിൽ 8.75 കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ് വരുന്നത്. ഒരു ഫിംഗർ ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ പിടിക്കണേ എന്നുണ്ടെങ്കിൽ എനിക്കിതിപ്പോ ഒരു 9 ഇഞ്ച് എന്ന രീതിയിൽ എനിക്ക് വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് എടുക്കുന്നത്. അതായത് നമ്മൾ എപ്പോഴും ബോഡിയിൽ നിന്ന് 1 എടുക്കുമ്പോൾ നമ്മൾ ഒരു ഫിംഗർ ഗ്യാപ്പ് എപ്പോഴും നമ്മൾ ഇടും. അടുത്തത് ബെസ്റ്റ് പോയിന്റ് BR എന്ന് ഉദ്ദേശിക്കുന്നത്, ഇത് നമുക്ക് ബ്രസ്റ്റ് ഒക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആ ബ്രസ്റ്റിന്റെ മേലെക്കൂടെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഫിംഗർ ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിച്ച് നോക്കാം. ഇതിപ്പോ പാവക്കുട്ടിക്ക് എഴുതാൻ അതൊന്നും ഇല്ല. ഇപ്പൊ കുട്ടികളാണ് അല്ലെങ്കിൽ വലിയവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അളവ് എടുക്കുമ്പോൾ എപ്പോഴും ബ്രസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ബ്രസ്റ്റിന്റെ മേലെക്കൂടെ വേണം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് ഇങ്ങനെ ഒരു ഫിംഗർ ഗ്യാപ്പ് ഇട്ട് വേണം അളവെടുക്കാനായിട്ട്. അതാണ് ബെസ്റ്റ് പോയിന്റ്, ബെസ്റ്റ് റൗണ്ട്. അടുത്ത് മിഡ് വേസ്റ്റ് റൗണ്ട്, അതായത് MWR എന്ന് പറയും. അത് നമ്മൾ ഷേപ്പ് ഒക്കെ വരില്ല, നമുക്കൊരു ബോഡിക്ക് ഒരു ഷേപ്പ് വരുമല്ലോ, ആ ഷേപ്പിന്റെ അവിടെയാണ്, ആ ഒരു ഷേപ്പിന്റെ ആ ഭാഗത്തെ ഉദ്ദേശിക്കുന്നതാണ് മിഡ് വേസ്റ്റ് റൗണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ അത് ഇവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക, ഇത് ഇങ്ങനെയൊക്കെയാണല്ലോ ഒരു ഷേപ്പ് വരുന്നത്. ഈ ഷേപ്പ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യണേ അത് ഇതുപോലെ തന്നെ റൗണ്ടിൽ ഒരു ഫിംഗർ ഗ്യാപ്പ് ഇട്ട് അളവെടുക്കാം. അതാണ് എന്ത് മിഡ് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വേസ്റ്റ് റൗണ്ട്, അതായത് ഇവിടെയാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത്. ചിലർക്ക് വയറുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വയറിന് മുകളിൽ കൂടെ വേണം നമ്മൾ അളവെടുക്കാനായിട്ട്. ടൈറ്റ് ആക്കി പിടിക്കരുത്, ഒരു ഫിംഗർ ഗ്യാപ്പ് ഇട്ട് തന്നെ പിടിക്കണം. അതാണ് മിഡ് വേസ്റ്റ് റൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചുരിദാറൊക്കെ അല്ല തയ്ക്കുന്നത്, ചുരിദാറിന് തയ്ക്കുമ്പോൾ വേസ്റ്റ് റൗണ്ട് ഉദ്ദേശിക്കുമ്പോൾ വയറൊക്കെ ഉള്ളവർക്ക് വയറിന്റെ മേലെ കൂടെ ഒരു ഫിംഗർ ഗ്യാപ്പ് ഇട്ട് പിടിക്കുക. അപ്പൊ നമുക്ക് വയറ് തള്ളി നിൽക്കാണ്ട് എങ്ങനെയൊക്കെ ചുരിദാർ തയ്ക്കാം എന്നുള്ളതൊക്കെ ഞാൻ വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ഇത് പറഞ്ഞ പോലെ തന്നെ വേസ്റ്റ് റൗണ്ട് നമ്മളിങ്ങനെ ഒരു ഫിംഗർ ഗ്യാപ്പ് ഇട്ട് നമ്മളിതുപോലെ തന്നെ നോക്കാം. അതാണ് വേസ്റ്റ് റൗണ്ട്. അടുത്ത് ഹിപ്പ് റൗണ്ട്, ഇത് സീറ്റ് റൗണ്ട്. അതായത് നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഇങ്ങനെ ബാക്കിൽ ബൾജ് നിൽക്കണം ആ ഭാഗം, അതാണ് സീറ്റ് റൗണ്ട് അല്ലെങ്കിൽ ഹിപ്പ് റൗണ്ട് എന്നൊക്കെ പറയും. അത് ഇങ്ങനെ ഇതുപോലെ തന്നെ കുട്ടീനെ നിവർത്തി നിർത്തിയിട്ട് ദേ ഇങ്ങനെ വേണം. ഞാൻ പാവക്കുട്ടി ഇങ്ങനെ കിടത്തിയിടാണ് പറഞ്ഞുതരാൻ എളുപ്പത്തിന്. ആ സീറ്റ് റൗണ്ട് നമ്മൾ ഇതുപോലെ ഫിംഗർ ഗ്യാപ്പ് ഇട്ട് പിടിക്കുക. ഇതിപ്പോ ഏകദേശം ഒരു 10.75 വരുന്നുണ്ട്. ആ ഒരു രീതിയിൽ പിടിക്കുക. ഇതാണ് ഹിപ്പ് റൗണ്ട് അല്ലെങ്കിൽ സീറ്റ് റൗണ്ട് എന്ന് പറയുന്നത്. അടുത്ത് AR എന്ന് പറയുന്നത് ആം റൗണ്ട്. ആം റൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുണ്ടല്ലോ, ഇത് പറഞ്ഞ് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കാട്ടിത്തരാം. ദേ ഈ ഇത് കണ്ടില്ലേ പാവക്കുട്ടിയുടെ ഈ എന്താ പറയാ കയ്യും ഷോൾഡറും തമ്മിലുള്ള ഈ ഒരു ജോയിന്റ് ഉണ്ടല്ലോ, ഇതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൈ മേലേക്കൊക്കെ പൊന്തിക്കുന്നത്. ആ ഒരു ഷോൾഡർ ഇത് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുന്നതാണ് ആം റൗണ്ട്. മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ കാട്ടിയത്. ഇതേപോലെ തന്നെ കുട്ടീനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നിർത്താം. ഞാൻ പാവക്കുട്ടികളെ കിടത്തിയിടുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈയൊന്ന് മേലോട്ട് പൊന്തിക്കാൻ പറയാം. അത് കഴിഞ്ഞിട്ട് താഴ്ത്തിയിട്ട് ഒരു ഫിംഗർ ഗ്യാപ്പ് ഇവിടെ ഇടണം കേട്ടോ. ഒരു ഫിംഗർ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ ആമിന് ചുറ്റും നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ പിടിക്കണം. ഒരു ഫിംഗർ ഗ്യാപ്പിൽ കേട്ടോ. ഒരു ഫിംഗർ ഗ്യാപ്പ് ഇട്ട് പിടിക്കുമ്പോൾ ഇത് ഏകദേശം ഒരു 5 ഇഞ്ച് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇത് പാവക്കുട്ടി ആയതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും കുട്ടികളെ സ്ട്രെയിറ്റ് ആക്കി നിർത്തിയിട്ട് വേണം ഈ കഷത്തിന്റെ ഉള്ളിൽ കൂടെ മേലേക്ക് ഒരു ഫിംഗർ ഗ്യാപ്പ് ഇട്ട് പിടിക്കാനായിട്ട്. മനസ്സിലായോ? അതായത് ഇങ്ങനെ കടത്തി ഇപ്പോഴും ആം റൗണ്ട് എടുക്കുന്നത് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ലീവിന്റെ അവിടെയൊക്കെ ചുളിവുകൾ വരും. അതെപ്പോഴും ശ്രദ്ധിക്കാം. ഇങ്ങനെ ഒരു ഫിംഗർ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ അളവെടുക്കാം. മനസ്സിലായോ? അതാണ് ആം റൗണ്ട്. അടുത്ത് സ്ലീവ് ലെങ്ത്, SL ക്യാപിറ്റൽ സ്ലീവ് ലെങ്ത്. സ്ലീവ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് കൈക്ക് എന്തോരം ഇറക്കം വേണം എന്നുള്ളതാണ്. ഈ ഷോൾഡറിന്റെ ഇവിടെ വെക്കുക. അതായത് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ ഒരു പോയിന്റ് കണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ താഴേക്കാണ് അളക്കുക. അത് മനസ്സിലാവാൻ വേണ്ടിയായിട്ട് ഇതിങ്ങനെ കാട്ടി തരുന്നത്. ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് എവിടെ നിന്നുള്ളൊരു ഡൗട്ട് വരും. നമ്മൾ നേരിട്ട് പോയി ക്ലാസ് കൂടുന്നതും ഓൺലൈനിലും കൂടുമ്പോൾ വ്യത്യാസം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ പാവക്കുട്ടിയുടെ ഡ്രസ്സ് ഊരിയിട്ട് ഞാനത് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. അതെ,
ഈ ഷോൾഡറിന്റെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്തോരം ഇറക്കം വേണം, മുട്ട് വരെയെങ്കിൽ മുട്ട് വരെ, അല്ലെങ്കിൽ ഫുൾ ലെങ്ത് വേണമെങ്കിൽ ഫുൾ ലെങ്ത് എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തോരം സ്ലീവിന് ഇറക്കം വേണം എന്നുള്ളതാണ് ഈ SL പിന്നെ ക്യാപിറ്റൽ L എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ലീവ് ലെങ്ത്. അടുത്ത സ്ലീവ് റൗണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എവിടത്തോളം വരെയാണ് ഇറക്കം എടുക്കണം. നിങ്ങൾ ഫുൾ ലെങ്ത് ആണ് എടുക്കണമെങ്കിൽ ഇവിടുത്തെ അളവ് വേണം നിങ്ങൾക്ക് എടുക്കാനായിട്ട്. എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് ഒരു ഫിംഗർ ഗ്യാപ്പ് ഇട്ട് തന്നെ. ഫുൾ ലെങ്ത് സ്ലീവ് റൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഫുൾ ലെങ്ത് ഇവിടത്തോളം വരെയാണ് നിങ്ങൾ സ്ലീവ് ലെങ്ത് എടുത്തേക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ അളവ് വേണം സ്ലീവ് റൗണ്ട് എടുക്കാനായിട്ട്. അത് ഒരു ഫിംഗർ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്ലീവ് റൗണ്ട് എടുക്കാനായിട്ട്. അത് ഇപ്പോഴും കുട്ടികൾ സ്ട്രെയിറ്റ് ആക്കി നിർത്തിയിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. അടുത്ത മസിൽ റൗണ്ട്. നിങ്ങൾ ഇപ്പൊ ചെറിയ കൈയാണ് വെക്കുന്നത്, അപ്പൊ നിങ്ങൾ സ്ലീവിന് ലെങ്ത് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടത്തോളം വരെയൊക്കെയാണോ ഉള്ളൂങ്കിൽ അവിടുത്തെ വേണം റൗണ്ട് എടുക്കാൻ. അത് ഒരു ഫിംഗർ ഗ്യാപ്പ് ഇട്ട് വേണം റൗണ്ട് എടുക്കാൻ. അതാണ് എന്ത് മസിൽ റൗണ്ട്. ഇനിയിപ്പോ എൽബോ റൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് കൈമുട്ട് വരെയുള്ളതാണ് എന്നുണ്ട്, കൈമുട്ട് വരെയാണ് നിങ്ങൾ സ്ലീവിന്റെ ലെങ്ത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൽബോ റൗണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ എവിടത്തോളം വരെയാണ് നിങ്ങൾക്ക് ഇറക്കം നിങ്ങൾ എടുക്കുന്നത് അതനുസരിച്ച് അവിടുത്തെ ചുറ്റും ഇങ്ങനെ റൗണ്ട് എടുക്കുക. അതാണ് എന്ത് സ്ലീവ് റൗണ്ട്. അത് എൽബോ റൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത്ര കാര്യങ്ങളാണ് കോമൺ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി വരുന്ന ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ലൈക്ക് എങ്കിലും ചെയ്യുക. ഞാൻ പറയുന്നത്